ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് ഒരു ചെറിയ സന്തോഷം നൽകുന്ന വാർത്തയായിട്ടാണ് വന്നുള്ളത്. ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ്. അതുപോലെ തന്നെ ഒരു ചെറിയ നിരാശ നൽകുന്ന ഒരു വാർത്തയും അതിൽ പറയാനുണ്ട്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ മാർക്കസ് മെർലോയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ആഴ്ചയിൽ തന്നെ പുതിയൊരു ഗോൾ കീപ്പറിൻ്റെ സൈനിങ് കംപ്ലീറ്റ് ആക്കുമെന്നാണ് ഇപ്പോൾ മാർക്കസ് മെർലോവ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ താരവുമായിട്ടുള്ള ടേംസും കാര്യങ്ങളൊക്കെ അഗ്രി ചെയ്തിട്ടുണ്ട്. ബട്ട് നോ സിഗ്നേച്ചർ ഒപ്പിട്ടിട്ടില്ല. ലാസ്റ്റ് ഒരു സിഗ്നേച്ചർ കൂടി പതിയാനുണ്ട്. അതോടുകൂടി ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമാവും. എങ്ങനെ ടേംസും കാര്യങ്ങളും അഗ്രി ചെയ്തിട്ടുണ്ട്. ഈ ആഴ്ചയിൽ തന്നെ നമുക്ക് ആ ഒരു സൈനിങ് കംപ്ലീറ്റ് ആവുമെന്നാണ് ഇപ്പോൾ മാർക്കസ് മെർലോവ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അത്രയും പ്ലെയേഴ്സ് ഇല്ല നിലവിൽ. ആകെ സച്ചിൻ സുരേഷ്, പിന്നെ ഇപ്പോൾ കരൺജിത്ത് സിംഗ് പ്രായമായി താരം വിരമിക്കുകയാണ് എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ്. അപ്പോൾ അടുത്ത സീസണിൽ കരൺജിത്ത് സിംഗ് ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. അതുപോലെ പിന്നെ ലാറ ശർമ്മയാണ് ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരുന്നത്. അതാണ് പിന്നെ ഒരു നിരാശ നൽകുന്ന വാർത്ത. മാർക്കസ് മെർലോയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലാറ ശർമ്മനെ പെർമനൻറ്റ് ഡീലിലാക്കുന്നതാണോ ഈ ഒരു ഗോൾ കീപ്പിംഗ് സൈനിങ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതല്ല, ലാറ ശർമ്മ വരും സീസണിൽ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായില്ല എന്നാണ് മാർക്കസ് മെർലോവ അതിന് മറുപടി നൽകിയിട്ടുള്ളത്. അപ്പോൾ ലാറ ശർമ്മ ടീമിനോടൊപ്പം ഉണ്ടാവില്ല. അപ്പോൾ ആകെ ഉള്ളത് പിന്നെ സച്ചിൻ സുരേഷ്, പിന്നെ റിസർവ് ടീം താരമായ അർബാസ് ആണുള്ളത്. പിന്നെ വേറെ റിസർവ് ടീമിൽ ഒരു ഗോൾ കീപ്പറും വേണ്ട. അതൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സിനുള്ള നിലവിലെ ഗോൾ കീപ്പിംഗ് ഓപ്ഷന്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ഗോൾ കീപ്പേഴ്സ് വേണം. നല്ലൊരു ബാക്കപ്പ് തന്നെ നമുക്ക് ആവശ്യമുണ്ട്. എങ്ങനെയായാലും അത് തന്നെയാണ് അതിനുള്ള സൈനിങ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മാർക്കസ് റിപ്പോർട്ട് ചെയ്തത്. അത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് സന്തോഷിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഏത് ഗോൾ കീപ്പർ ആണെന്നുള്ളതൊന്നും മാർക്കസ് ട്വീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഫ്രീ ഏജൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്ഫർ ഫീ കാര്യങ്ങൾ കൊടുത്തിട്ടൊന്നല്ല, സ്വന്തമാക്കുന്ന ഫ്രീ പ്ലെയർ ആണ്. അപ്പോൾ കുറേ നല്ല ഫ്രീ പ്ലെയേഴ്സ് ഉണ്ട്. ഈ 2024 മെയ് മാസത്തോടു കൂടി ഫ്രീ ഏജൻ്റ് ആവുന്ന കുറേ പ്ലെയേഴ്സ്, നല്ല ഗോൾ കീപ്പേഴ്സ് ഉണ്ട്. അതിൽ FC ഗോവയുടെ അർഷദീപ് സിംഗ് ഉണ്ട്. അതുപോലെ FC ഗോവയുടെ തന്നെ ധീരജ് സിംഗ് കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ TP രാനേഷ്, മലയാളി താരങ്ങളായ TP രാനേഷും അതുപോലെ തന്നെ മിർഷാദ് മിച്ചു, അങ്ങനെ മികച്ച നല്ല നല്ല ഗോൾ കീപ്പേഴ്സും ഒക്കെ ഉണ്ട്. നമുക്ക് സച്ചിനോടൊപ്പം ഒരു നല്ല ഫൈറ്റ് നൽകാൻ പറ്റുന്ന കുറേ ഗോൾ കീപ്പേഴ്സ് അവിടെ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഗോൾ കീപ്പറിനെ സൈൻ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഓക്കെ ആക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ ആരാണെന്നൊക്കെ നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ നാളോ മറ്റന്നാളൊക്കെ ആയിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.